പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനമാണ്. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്നും നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യമക്കളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവിക രഹസ്യങ്ങളും ദൈവത്തിൻ്റെ ഹിതവും അറിയണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരും. ജോയൽ 2:28 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതിയിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവസാന നാളുകളിൽ തൻ്റെ പുത്രനായ യേശു വഴി ദൈവം നമ്മോട് സംസാരിച്ചു. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് വഴിയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ദൈവഹിതം നാം അറിയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. റോമ 5:5 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവാനും കഴിയുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നത്, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ എന്ന്. നമ്മുടെ ജീവിതത്തെ നാം ആത്മശോധന ചെയ്യേണ്ട സമയമാണിത്. നാം ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ചാണോ ജീവിക്കുന്നത്? ദൈവഹിതപ്രകാരമാണോ നാം ജീവിക്കുന്നത്? നമ്മുടെ ചിന്തയും വാക്കുകളും പ്രവർത്തനങ്ങളും എപ്രകാരമുള്ളതാണ്? ദൈവം നൽകിയ മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, അയൽക്കാരെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരെ സഹായിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ നാം ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചല്ല ജീവിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ആത്മനാശത്തിന് കാരണമാകുകയും ചെയ്യും. ലോകം മുഴുവൻ ദുഷ്ടൻ്റെ കരവലയത്തിലാണ്. ഈ ലോകം നൽകുന്ന പ്രേരണയനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ദൈവസ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അതുപോലെ സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നവരായി നാം മാറണം. ലോകവും അതിൻ്റെ മോഹവും കടന്നു പോകും. നമ്മുടെ മരണം വരെ ഈ ലോകത്തിൻ്റേതായ സ്വാധീനം ഉണ്ടാവുകയുള്ളൂ. പിശാചിൻ്റെ കെണിയിൽ പെടാതിരിക്കുവാനും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുവാനും ദൈവസ്വരം കേൾക്കുവാനും നാം ശ്രമിക്കണം. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ നാം സമയം കണ്ടെത്തണം. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.